എക്സിറ്റ് പോളിൽ ആർക്കും ഭൂരിപക്ഷമില്ല. BJP നിർണായകമാകും. പൂഞ്ഞാറിൽ PC ജോർജ് വിജയിക്കും. ആരാ പറഞ്ഞത്? പൂഞ്ഞാർ ചെറ്റയുടെ മകൻ ഷോൺ ജോർജ്. ഇന്നലെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഷോൺ ജോർജ് നടത്തിയ പ്രതികരണമാണ് BJP നിർണായകമാകും. BJP നിർണായകമാകും. എന്നിട്ട് എന്താക്കും? പൂഞ്ഞാറിലെ തന്ത വിജയിക്കും. തന്ത പറഞ്ഞത് എന്താ? പൂഞ്ഞാറിൽ തന്ത വിജയിക്കും, പാലായിൽ മകനും വിജയിക്കും. പക്ഷെ മകന് ആ അഭിപ്രായമില്ല കേട്ടോ. മകന് പാലായിൽ താൻ ജയിക്കുമെന്നുള്ള അഭിപ്രായം മകനില്ല. പക്ഷെ പൂഞ്ഞാറിൽ തന്ത വിജയിക്കുമെന്നുള്ള അഭിപ്രായം മകനുണ്ട്. ഇപ്പോൾ തന്ത പൂഞ്ഞാറിൽ ജയിക്കുമായിരുന്നു. എങ്ങനെ? ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടാത്ത സ്ഥലമായിരുന്നെങ്കിൽ, ഇതിപ്പോൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു ഇടം അവിടെ ഉള്ള കാലത്തോളം തന്തയും മകനും പൂഞ്ഞാറിൽ നിന്ന് വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. തന്തയും മകനും പൂഞ്ഞാറിൽ നിന്ന് വിജയിക്കില്ല. ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ ഈ ഒരു പ്രതികരണം വന്നതിന് തൊട്ടു പിന്നാലെ കടുത്ത ചൂടിൽ തല പുകയുന്ന ഇങ്ങനെയും ചിലരുണ്ട്. മെയ് 4-ാം തീയതി വൈകിട്ട് ഒരാശ്വാസമാകുമായിരിക്കും. ഇവരെ കാണുമ്പോൾ തോന്നും BJPക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന്. അവർ ഇന്ത്യ ഒട്ടാകെ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് ഈ പൂഞ്ഞാർ ഫാമിലി. ഇത് ഡോക്ടർ ജിൻഡോ ജോണിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. സ്വാഭാവികമായിട്ടും ഈ തന്തയെയും മകനെയും കാണുമ്പോൾ നമുക്കും തോന്നും അങ്ങനെയൊക്കെ അല്ലേ. ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചുകൾ ഉണ്ടാക്കി ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഒരുമിപ്പിച്ച് അവർക്ക് രണ്ടുപേരുടെയും മുസ്ലിമിനെ പൊതുവെ ശത്രുവാക്കി പ്രഖ്യാപിക്കുവാനും അത്തരത്തിൽ പല നീക്കങ്ങളും നടത്തി കേരളത്തിൻ്റെ മണ്ണിൽ വേരൂന്നാൻ കഴിയും എന്നുള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് BJP നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് തന്തയും മകനും കൂടി അതങ്ങോട്ട് തകർക്കും. തന്തയ്ക്ക് പിന്നെ തോൽവി മണത്ത് കഴിഞ്ഞാൽ പിന്നെ തന്തയുടെ ഹാലിളകും. തന്തയ്ക്ക് പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയാ, വല്ലാത്തൊരു മൂലം കടച്ചിലാ. അതാണല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ തന്ത വല്ലാതെ അങ്ങ് പരിഭ്രാന്തിപ്പെട്ടു. തന്ത മെത്രാന്മാരെയും സഭ മേലധ്യക്ഷന്മാരെയും സഭയെയും സഭയുടെ പത്രത്തെയും അങ്ങനെ എല്ലാവരെയും തെറി വിളിക്കുകയായിരുന്നു. മകന് ആണെങ്കിൽ തന്ത ഒരു ഭാഗത്ത് നിന്ന് തെറി വിളിക്കും, മകൻ കോംപ്രമൈസിന് പോകും. കോംപ്രമൈസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും തന്ത വീണ്ടും തെറി വിളിക്കും. സ്വാഭാവികമായിട്ടും ഈ തന്തക്കും മകനും വോട്ട് ചെയ്യരുത് എന്ന് അച്ഛന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അച്ഛന്മാരാണെങ്കിലോ അവരുടെ കഴുത്തിൽ കയറി പിടിച്ചിട്ട് അവരുടെ കുത്തിന് പിടിച്ചിട്ട് അവരെ മുക്കിക്കൊല്ലാൻ നോക്കുമ്പോൾ അച്ഛന്മാർ പറയും, ക്രൈസ്തവരെ നിങ്ങൾ ഈ തന്തക്കും മകനും വോട്ട് ചെയ്യരുത് എന്ന് പറയും. കാരണം ഇവന്മാർ യൂദാസുമാരാണെന്ന് സഭയുടെ കുഞ്ഞാടുകളോട് പറയും. അത് കേൾക്കുമ്പോൾ തന്തയും മകനും വല്ലാത്ത അങ്കലാപ്പില. എന്താണെങ്കിലും മെയ് 4 വരെ 2 ദിവസം കൂടി ഇവരങ്ങനെ തന്നെ അങ്ങോട്ട് കരുതട്ടെ അല്ലേ. അതുവരെ ഒരാശ്വാസത്തിന് അങ്ങനെ അങ്ങ് വിശ്വസിച്ചോട്ടെ. മെയ് 4-ന് റിസൾട്ട് എണ്ണിക്കഴിയുമ്പോൾ ഇനി പിന്നെ പൂഞ്ഞാറിൽ നിന്ന് ജയിക്കും, ഞങ്ങൾ രണ്ടുപേരും നിയമസഭയിലേക്ക് പോകും എന്ന് പറയുന്ന ഫ്യൂച്ചർ പറയാനില്ലല്ലോ. മെയ് 4 വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് മാറും. അതോടുകൂടി പിന്നെ ഫ്യൂച്ചർ പറയേണ്ട, പ്രഡിക്ഷനുകൾ നടത്തേണ്ട, പ്രവചനങ്ങൾ നടത്തേണ്ട സാഹചര്യം പിന്നെ ഉണ്ടാവില്ല. മെയ് 4 കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിസൾട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. ആ ഔദ്യോഗികമായിട്ട് റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? പിന്നെ പാസ്റ്റാണ്, പാസ്റ്റ് ടെൻസാണ്. പിന്നെ ഫ്യൂച്ചർ ഇല്ല, പ്രസൻറ്റും ഇല്ല. പിന്നെ തോൽവി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം സംസാരിക്കാൻ. അപ്പം അതുവരെ തന്തയും മോനും കൂടി അങ്ങനെ അങ്ങോട്ട് പറയട്ടെ അല്ലേ. തന്ത കരുതിയത് ഈ ജനങ്ങളെ ഇങ്ങനെ തെറി പറഞ്ഞ് അവർക്കിടയിൽ വെറുപ്പ് കുത്തി നിറക്കാൻ ശ്രമിച്ച് അവർക്കിടയിൽ വിഷത്തിൻ്റെ വിത്തുകൾ പാകി അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഈ പൂഞ്ഞാർ ചെറ്റ മിക്കവാറും സംഘപരിവാറിനെയും BJPയെയും നരേന്ദ്രമോദിയെയും ഒക്കെ തെറി വിളിച്ച് മറ്റു വല്ല ഇടങ്ങളിലേക്കും
ചാടാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പിന്നെ ഈ പറയുന്ന അധികാരം എന്തായാലും ലഭിക്കില്ല. പിന്നെ ഇതിൻ്റെ മണി പവറിൽ അവിടെ തന്നെ വായ അടച്ചിരിക്കുമോ എന്നുള്ളതും അറിയില്ല. എന്താണെങ്കിലും സാധ്യത കുറവാണ്. അധികാരമില്ലെങ്കിൽ പി സിക്ക് ഭ്രാന്താകും, അധികാരം കിട്ടിയില്ലെങ്കിൽ പി സിക്ക് ഭ്രാന്താകും. എസ്പെഷ്യലി തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി വന്നു കഴിഞ്ഞാൽ പി സിക്ക് അതിലേറെ ഭ്രാന്താവും. കാരണം എന്താണെന്നറിയോ? കെട്ടിവെച്ച കാശ് പോലും തന്തക്കും മകനും തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ്. കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടില്ല. ആ കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടാതെയാകുമ്പോൾ അതിലേറെ പ്രശ്നമാകും. പിന്നെ അവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? ഈ ക്രിസ്ത്യൻ വോട്ടുകളെല്ലാം ഞങ്ങളുടെ കക്ഷത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അമിത്ഷായുടെ കയ്യിൽ നിന്ന് കോടികൾ വാങ്ങി വന്നിട്ടുണ്ട്. അതിനൊക്കെ കണക്ക് പറയുകയും കൂടി വേണ്ടി വരും. അമിത്ഷാ പണം കൊടുത്തത് ഈ പണം ഇറക്കിയിട്ട് വോട്ട് പിടിക്കാനാ. ഈ വോട്ട് കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അമിത്ഷാ കണക്ക് ചോദിക്കും. അപ്പോൾ പിന്നെ അതിനു കൂടി മറുപടി പറയേണ്ടി വരും. ചിലപ്പോൾ ഈ പറയുന്ന വീടും വസ്തുവും വിറ്റിട്ട് തിരിച്ച് പണം കൊടുക്കേണ്ടതായിട്ടും വരും. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തന്തക്കും മകനും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ മിക്കവാറും ഞാൻ കാണുന്ന ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് തന്തയും മകനും അടിച്ച് പിരിയും. കാരണം മകൻ പിന്നെയും കുറച്ച് സഹിക്കാൻ തയ്യാറാ, എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങും സംഘപരിവാറിനൊപ്പം. പക്ഷെ തന്ത അധികാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ തന്തക്ക് പറ്റില്ല. അതുകൊണ്ട് തന്തയും മകനും തമ്മിലടിക്കാനുള്ള സാധ്യത കൂടി ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും മെയ് 4 വരെ അവരങ്ങോട്ട് സ്വപ്നം കാണട്ടെ അല്ലേ? ഒരാഗ്രഹമല്ലേ അല്ലേ? എന്താണ് സ്വപ്നം? വലിയ സ്വപ്നമായിരുന്നു തന്തയും മകനും കൂടി കേരളത്തിൻ്റെ നിയമസഭയിൽ പോയിരിക്കുന്നത്. എന്നാ പിന്നെ വല്ല ഗുജറാത്ത് നിയമസഭയിലോ വല്ല UP നിയമസഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലും ഇപ്പോൾ എങ്ങനെങ്കിലുമൊക്കെ തിരികെ കയറ്റാലോ പിൻവാതിലൂടെ. അങ്ങനെയെങ്കിലൊക്കെ അതൊക്കെ ആയിരുന്നു സ്വപ്നം കണ്ടതെങ്കിൽ ഓക്കെ, സ്വപ്നം എങ്ങനെയെങ്കിലും യാഥാർത്ഥ്യമാക്കാമായിരുന്നു. ഇതിപ്പോൾ സ്വപ്നം കണ്ടത് എന്താ? കേരളത്തിൻ്റെ നിയമസഭയിൽ തന്തയും മകനും ഒരുമിച്ച്. വല്ലാത്തൊരു സ്വപ്നമായിപ്പോയി. പക്ഷെ മകനറിയാം കേട്ടോ, മകന് കുറച്ചൊരു ബോധ്യം വന്നിട്ടുണ്ട്, എസ്പെഷ്യലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി. അപ്പോൾ മകൻ പറയുന്നത് താനെന്തായാലും പോകൂല, തന്തയും പോകൂല. അത് ബോധ്യമില്ലായിട്ടൊന്നല്ല, ഇതിന് അവിടെ നിന്ന് എണ്ണി വാങ്ങിയ കാശുണ്ടല്ലോ, ആ കാശ് അവിടെ നിന്ന് എണ്ണി വാങ്ങിയത് കാരണം റിസൾട്ടിന് മുമ്പ് തോൽവി സമ്മതിക്കാൻ പറ്റില്ല. റിസൾട്ടിന് മുമ്പ് തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ 1000 ചോദ്യങ്ങൾ നേരിടും. ആ ചോദ്യങ്ങൾ നേരിടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോഴും പരാജയം ഉറപ്പിച്ചിട്ടും 8 നിലയിൽ പൊട്ടുമെന്ന് ഉറപ്പായിട്ടും വീണ്ടും ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. അത് പരാജയം അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ എണ്ണി വാങ്ങിയ കാശിന് മറുപടി പറയാൻ 1000 ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 1000 ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് വീണ്ടും നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഒരു സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ ഈ വാഴക്കുലയും കിരീടവും അതുപോലെ കേക്കും വീഞ്ഞും ഒക്കെ അരമനകളിലെത്തിയപ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ ചില ചാഞ്ചാട്ടമുണ്ടായിരുന്നു. ആ ചാഞ്ചാട്ടങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു. കാരണം എന്താ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി FCRA എന്ന് പറയുന്ന ഒരു ബില്ലുമായിട്ട് വന്നത്. ആ ബില്ല് വന്നപ്പോൾ സഭകൾക്കും അരമനയിലിരിക്കുന്ന മെത്രാന്മാർക്കും ഒരു കാര്യം ഉറപ്പായി, ഈ ബില്ല് അത് കുത്തിനാണ് പിടിച്ചിരിക്കുന്നത്. ഇത്രകാലം ഈ പറയുന്ന കേരളം വിട്ടുപോകുമ്പോൾ ദേഹോപദ്രവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ബില്ല് വന്നാൽ അത് കുത്തിന് പിടിക്കുന്ന ഏർപ്പാടാണെന്ന് ബോധ്യം വന്നതോടുകൂടി എല്ലാവരും ഉണർന്നങ്ങോട്ട് പ്രവർത്തിച്ചു. തന്തക്കും മകനും മാത്രമല്ല, സംഘപരിവാറിന് ഒരുത്തനും കുത്തരുത് എന്ന് അവരങ്ങോട്ട് നിർദ്ദേശിക്കാൻ തുടങ്ങി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഈ പൊട്ടന്മാരെ നിങ്ങൾ നോക്കിയേ, ഇവർ 2021 മുതൽ പണിയെടുക്കാൻ തുടങ്ങിയതാണ് BJP.
പണിയെടുത്ത് വാഴക്കൊലയും കേക്കും വീഞ്ഞും കിരീടവും ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് അരമനകളിൽ എത്തിച്ച് കുറേയൊക്കെ ചെറിയ ഒരു ചാഞ്ചാട്ടമെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇവർ പൊട്ടന്മാരല്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ അങ്ങനെ ഒരു ബില്ലുമായിട്ട് വരാൻ പാടുള്ളൂ. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന തീർന്നില്ല. അതോടുകൂടി 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ. അതാണ് സംഭവിച്ചത്. പാർലമെൻറ്റിൽ എത്തിയിട്ട് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. അത് പാർലമെൻറ്റിൽ വന്നതോടുകൂടി ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും ഇവരുടെ ഉള്ളിലിരിപ്പ് അത് സഭയ്ക്കും മനസ്സിലായി, മെത്രാമാർക്കും മനസ്സിലായി, അരമനയിലുള്ളവർക്കും മനസ്സിലായി. എന്താണെങ്കിലും തന്തയും മോനും ഒരു ഭരണിപ്പാട്ട് തന്നെ മെയ് 4 നടത്താൻ പോകുന്നുണ്ട്. അതൊരു 1.5 ഭരണിപ്പാട്ടായിരിക്കും. അത് സഭയ്ക്കും മെത്രാമാർക്കും അച്ഛന്മാർക്കും ബിഷപ്പുമാർക്കും സഭയുടെ പത്രത്തിനും മാത്രം എതിരായിരിക്കില്ല, മറിച്ച് തന്തയുടെ ഭരണിപ്പാട്ട് അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് കൂടി എതിരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.